എന്താ കുട്ടി ക്ലാസ്സിൽ പോകാത്തത്? ബെല്ലടിച്ചത് കേട്ടില്ലേ? കൺപീലികൾ നനഞ്ഞിരിക്കുന്നു. എന്താ കാരണം? പ്രേമം ഹേതുവായിരിക്കും. അർത്ഥമില്ല, യാതൊരർത്ഥവുമില്ല. പ്രേമിച്ചവനാണ്, അതിന്റെ വേദന അനുഭവിച്ചറിഞ്ഞവനുമാണ്. കഴിവതും പ്രേമിക്കാതിരിക്കുക. അങ്കുശമില്ലാത്ത ചാവല്യമേ, മണ്ണിൽ അങ്കന എന്ന് വിളിക്കുന്നു നിന്നെ. എവിടെ? മിസ് മധുവിന്റെ നോവൽ എത്രത്തോളമായി? ആദ്യം അധ്യായം എഴുതി തുടങ്ങിയാൽ മതി. മിസ്റ്റർ മധു കഥ മുഴുവൻ മനസ്സിൽ കണ്ടതിന് ശേഷമാണോ എഴുത്താരംഭിക്കുക, അതോ? അങ്ങനെയായിരുന്നെങ്കിൽ ഇതൊരു പതിവ്. പക്ഷെ ഇത്തവണ കഥ ആരംഭിക്കുന്നു. അത് എങ്ങനെയെല്ലാം ചെന്ന് അവസാനിക്കുന്ന എനിക്ക് തന്നെ അറിഞ്ഞു. അപ്പോ കഥാപാത്രങ്ങളെ യഥേഷ്ടം ഇടുന്നു അല്ലേ? ഹലോ മിസ്റ്റർ മധു, ഞങ്ങളുടെ മകളാണ് പ്രിയ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, പക്ഷേ ഈ ബന്ധം പ്രിയ പറഞ്ഞില്ല. മോളെ, ഡാഡിയുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ റിലേഷനാണ് മിസ്റ്റർ മധു. ഒരു നല്ല സാഹിത്യകാരൻ കൂടിയാണ്. ഹലോ. മമ്മി, മിസ്റ്റർ മധുവിന് കുടിക്കാൻ പോലും തണുത്ത വെള്ളം കൊടുക്കരുത്. ശരീരം വിറങ്ങലിച്ചു പോകും. ചൂടുവെള്ളം കൊടുക്കണം. ഞാനിപ്പോ തണുത്തുള്ളത് ഉപയോഗിക്കാറുള്ളൂ. എന്തിനും. മിസ്റ്റർ മധു, ഈ കുട്ടി ഞങ്ങളുടെ ഒരു ക്ലോസ് റിലേഷന്റെ മകളാണ്, അനു. ഹലോ. അത് ചോദിച്ചില്ലല്ലോ. മിസ്റ്റർ മധുവിന് സാഹിത്യ സൃഷ്ടിക്കുള്ള പ്രചോദനം ഇവിടെ കിട്ടുന്നുണ്ടോ? ധാരാളം. ഈ നീലമലകളുടെ നാട്ടിൽ നിന്നായിരിക്കും എന്റെ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടി ഉണ്ടാകാൻ പോകുന്നു. അപ്പോ ഞങ്ങൾക്ക് അഭിമാനിക്കാം. ഈ താഴ്വരയിലെ ഓരോ പുൽക്കൊടിത്തുമ്പും എന്റെ ഭാവനയ്ക്ക് നിറം പകരുന്നു, എനിക്ക് പ്രചോദനം നൽകുന്നു. എന്റെ നോവലിന്റെ ആദ്യ അധ്യായത്തിന് പേരിട്ടു ഒരു സുന്ദരിയായ പെൺകുട്ടി. വെരി ഗുഡ്.